എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാംഗോ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 3 മാവിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചെറിയ മാവുകളാണ്, ഒരു 8 അടി 10 അടി പൊക്കമുള്ള ചെറിയ മാവുകളാണ്. അതിന് താഴെയാണ് എല്ലാം. അതിൽ ഞങ്ങളൊരു 3-4 ഡിഫറെൻറ്റ് വെറൈറ്റീസ് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണുള്ളത്. അവിടെയാണിത് ചെയ്യുന്നത്. മൽഗോവ, പ്രിയോര്, സിന്ദൂരം, നീലൻ, ഈ 4 വെറൈറ്റിയാണ് പിടിപ്പിക്കുന്നത്. ഈ 4 വെറൈറ്റിയുടെ വലിയ മാവുകൾ നമ്മുടെ ഫാമിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ കൊമ്പുകൾ എടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ മാവാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് ഏകദേശം ഒരു 8 അടി 9 അടി പൊക്കം കാണും, അത്രയേ ഉള്ളൂ. ചെറിയ മാവാണ്, നമുക്ക് കാണാൻ ഭംഗിയായിട്ട് കാണാം മാവ്. അതിൽ ആ വലത്തെ അറ്റത്തുള്ള ഒരു കമ്പ്, ആകെ 4-5 ബ്രാഞ്ചസ് അതിനുള്ളൂ. ഒന്നിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് ഒട്ടിക്കാൻ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട സ്ഥലം കഴിച്ച് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ ആദ്യം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തു. ഇനി എഡ്ജൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ബ്ലേഡ് ഉപയോഗിച്ച്, നല്ല പുതിയ ബ്ലേഡ്. അപ്പോൾ പണി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ എൻ്റെ കൈ, കട്ടർ എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. കട്ടറൊക്കെ നല്ലപോലെ സോപ്പിട്ട് കഴുകി സ്പിരിറ്റ് വെച്ച് തുടച്ച്, കൈയൊക്കെ സ്പിരിറ്റ് വെച്ച് തുടച്ച്, സർജിക്കൽ സ്പിരിറ്റ് കയ്യിലുണ്ട്, സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ സിയോണാണ് എൻ്റെ കയ്യിലുള്ളത്. സിയോണിൻ്റെ എഡ്ജ്, റൂട്ട് സ്റ്റോക്കിലേക്ക് വെക്കാനുള്ള എഡ്ജ് ഷാർപ്പൻ ചെയ്ത് ചെത്തി എടുക്കുകയാണ്. ബ്ലേഡ് വെച്ച് ചെത്തി ഷാർപ്പൻ ചെയ്തെടുക്കുകയാണത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കുന്ന വി ഷേപ്പ് കട്ട്, ആ കട്ടിലേക്ക് ഇറക്കി വെക്കണം. അവിടെ നമുക്കൊരു വി ഷേപ്പ് കട്ട് ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. മാച്ചിങ് ആയിട്ടുള്ള സിയോൺ എടുത്തു. എൻ്റെ കയ്യിൽ ഒരു കെട്ട് സിയോണുണ്ട്. ഒരു 10-ൽ കൂടുതൽ ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള സിയോൺ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് 99-100% മാച്ചിങ് ആയിട്ടുള്ളതാണ് എടുത്തത്. അപ്പോൾ സിയോണിൻ്റെ വർക്ക് കഴിഞ്ഞു, സിയോൺ ശരിയാക്കി. ഇനി റൂട്ട് സ്റ്റോക്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ വി ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലേഡിൻ്റെ 2 സൈഡിൽ പിടിച്ച് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിറക്കുകയാണ്. അധികം പ്രസ് ചെയ്യാൻ പറ്റില്ല, കാരണം പുതിയ ബ്ലേഡ് ആയതുകൊണ്ട് ഒരുപാട് കീറിപ്പോവും. ഇപ്പം നമ്മൾ ഷാർപ്പൻ ചെയ്തു വെച്ച സിയോൺ നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റിലേക്ക് വി ഷേപ്പിലേക്ക് ഇറക്കി വെച്ചു. അതിൻ്റെ 2 സൈഡും ഒക്കെ ടച്ച് ചെയ്യണില്ലെന്നൊക്കെ നോക്കി, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറ്റി, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കുറച്ച് മാറ്റി, അത് കറക്റ്റായിട്ട് 2 സൈഡും അതിൻ്റെ കാമ്പിയം ലേയേഴ്സ്, സിയോണിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെയും കാമ്പിയം ലേയേഴ്സ് കൂട്ടി മുട്ടുന്ന രീതിയിൽ ആക്കി. ഇനി അടുത്തതായിട്ട് നമുക്ക് ബഡ്ഡിങ് ടേപ്പ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അവിടെ ചുറ്റണം ആ ജോയിൻറ്റിൽ. ബഡ്ഡിങ് ടേപ്പ് എന്നും പറയാൻ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എന്നും പറയും. ഞാനൊരു ആഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 1.5 ഇഞ്ചോളം വീതിയുണ്ട് അതിന്. കുറച്ച് എലാസ്റ്റിസിറ്റി ഉള്ളതാണ്, ഫ്ലെക്സിബിളാണ്. വലിച്ചാൽ കുറച്ചൊക്കെ നീളും, അധികം വലിക്കാൻ പറ്റില്ല. അപ്പോൾ ആ നാട് വെച്ച് നമ്മൾ ചുറ്റുകയാണ്. ഇപ്പോൾ പൊട്ടിപ്പോരാത്ത രീതിയിൽ പരമാവധി വലിച്ചു തന്നെ നമുക്കത് ചുറ്റാം, പൊട്ടിപ്പോരരുത്. അപ്പോൾ ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് ചുറ്റി, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ചുറ്റി താഴെ കൊണ്ട് കെട്ടിടുകയാണ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റിയതിൻ്റെ മുകളിൽ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചരട് വെച്ച് ചുറ്റി ടൈറ്റായിട്ട് കെട്ടുകയാണ്. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ടൈറ്റ്നസ്സിനൊരു ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടി വലിച്ചാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബലമുള്ള ചരട് വെച്ച് നല്ലപോലെ ചുറ്റി കെട്ടുകയാണ്. ഈ ചരട് 1 മാസം, 2 മാസം, അല്ലെങ്കിൽ പരമാവധി 3 മാസം, അതിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല, അഴിച്ചു കളയണം.
സാധാരണ രീതിയിൽ നമ്മൾ ഇത് ഗ്രാഫ്റ്റ് സക്സസ് ആവുകയാണെങ്കിൽ അതിൽ പുതിയ മുകുളം വരികയാണെങ്കിൽ ഒരു 1 മന്തിൽ നമുക്ക് ആ കവർ അഴിച്ച് കളയാം. ഏറ്റവും മുകളിലിടുന്നൊരു കവർ ഇപ്പോൾ ഇടാൻ പോവുകയാണ്. അതിന് ശേഷം ഒരു 2 മാസം അല്ലെങ്കിൽ പരമാവധി 3 മാസം, അതിൽ കൂടുതൽ നിർത്താൻ പാടില്ല. ഈ ചരട് ഇപ്പോൾ കെട്ടിയ ചരട് അഴിച്ചു കളയണം. ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ബഡ്ഡിങ് ടൈപ്പ് അത് ഒരു കാലത്തും അഴിച്ചു കളയണ്ട, അത് തന്നെ പൊട്ടിപ്പൊക്കോളും. നാച്ചുറലി അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നൊരു സാധനമാണ്, പൊടിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് അവിടെ ഒരു കൊല്ലം ഇരുന്നാലും കുഴപ്പമില്ല, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അത് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഈ മാവിൻ തൈയിൽ ആദ്യത്തെ ഫസ്റ്റ് ബ്രാഞ്ചിലെ ഗ്രാഫ്റ്റിംഗ് പൂർത്തിയായി. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അല്പം വെള്ളം ഒഴിച്ച് കുലുക്കി കളഞ്ഞ ഒരു ക്ലിയർ പ്ലാസ്റ്റിക് കവറാണ് ഇടുന്നത്. ക്ലിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 15 ഡേയ്സ് കഴിഞ്ഞ് അത് ഒബ്സർവ് ചെയ്യാം. ഒരു 15 to 21 ഡേയ്സിനുള്ളിൽ അതിന് പുതിയ മുകുളം വരും. അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ മുകുളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ആ കവർ അഴിച്ച് കളയാം. പിന്നെ കവറിൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്ന പുതിയ ബഡ്, അതിൽ വരുന്ന പുതിയ ഇളം ഇലകൾ തിന്നാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. വണ്ടുകൾ, കീടങ്ങൾ വരും. അവരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻസെക്ടിസൈഡ്സ് ആ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലേ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം തിന്ന് പോവും, കരിഞ്ഞു പോവും, ഉണങ്ങിപ്പോവും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തേലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ഫസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടുള്ളത് എ ബഞ്ച് ഓഫ് സിയോൺ. അതിൽ നിന്നൊന്ന് ഏറ്റവും പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള അതിന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ ബഞ്ച് അത് വെച്ച് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടാണ് മാച്ച് ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്നതാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. കുറേ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ബ്രാഞ്ചസ്. അതിൽ നിന്ന് ഒന്ന് എടുത്തതിന് ശേഷമാണ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ്റ്റിങ്ങിലേക്ക് ഈ ചെടിയിൽ നമ്മൾ കിടക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് അഗ്രികൾച്ചർ റിലേറ്റഡ് വീഡിയോസ്, ജനറൽ വീഡിയോസ്, ജനറൽ നോളജ് വീഡിയോസ്, ഐഡിയാസ്, ന്യൂ ഐഡിയാസ്, അങ്ങനെയുള്ള പല വീഡിയോസും ഷോർട്സും ഞാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ 2 ചാനലുണ്ട്, അതിൽ പോയാൽ കാണാൻ പറ്റും. ഒരു ചാനലിൻ്റെ പേര് @കർഷകൻ1. രണ്ടാമത്തെ ചാനലിൻ്റെ പേര് @agriculture1 അപ്പോൾ അതിൽ ഏതിൽ പോയാലും നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. കൃഷിയാണ് എൻ്റെ പ്രധാന കാര്യം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ എൻ്റെ ചാനലിൽ. ലൈവ് സ്ട്രീം ഒക്കെ എൻ്റെ കൃഷിയെ സംബന്ധിച്ചുള്ളതാണ്. എൻ്റെ ഫാമിലെ പല ഭാഗങ്ങളാണ് ഞാൻ ലൈവ് സ്ട്രീമിലൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ സിയോൺ സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ എഡ്ജൊന്ന് ഷാർപ്പൻ ചെയ്യണം. ആദ്യം എഡ്ജൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത്, കാരണം ചതവുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. ചതവ് നിൽക്കാൻ പാടില്ല. അപ്പോൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചതവ് വരും. അപ്പോൾ അതിന് ബ്ലേഡ് വെച്ചൊന്ന് സ്മൂത്തായിട്ട് എഡ്ജ് കട്ട് ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ സൈഡ് ചെത്തുകയാണ്. 2 സൈഡ് ചെത്തി കൂർപ്പിച്ചെടുക്കണം. അതിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ സ്പ്ലിറ്റ് ഉണ്ടാക്കുക. സ്പ്ലിറ്റിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് ഇത് ഷാർപ്പൻ ചെയ്തെടുക്കുകയാണ്. അത് നിങ്ങൾക്കിപ്പോൾ കാണാം. 2 സൈഡും ചെത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ല വെളുത്ത നിറം കാണാം. കമ്പിൻ്റെ പുറത്തെ കവറൊക്കെ പോയി കഴിയുമ്പോൾ നല്ല വൈറ്റ് കളർ കാണാം. അത് കാതലിൻ്റെ കളറാണ്, അത് കാണാൻ പറ്റും. ബ്ലേഡ് വെച്ച് ചെത്തിക്കഴിഞ്ഞാൽ കത്തി കൊണ്ട് ചെത്തുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ട് എഡ്ജ് വളരെ സ്മൂത്തായിട്ട് കിട്ടും. സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്കിന്ന് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഐ മീൻ കാമ്പിയം ലെയർ മരത്തിൻ്റെ. അത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് സ്റ്റോക്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാം. ഇത് രണ്ടാമത്തെയാണ്. ആ മാവിൻ്റെ തൈയിൽ നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്.
അതിൻ്റെ എഡ്ജ് ഷാർപ്പനിങ് പൂർത്തിയായി. ഇനി നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ബ്രാഞ്ചിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പോകണം. ആ ബ്ലേഡ് 2 കൈ കൊണ്ട് പിടിച്ച് പതുക്കെ താഴോട്ട് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റിലാണ് പതുക്കെ താഴോട്ട് പോകണത്. ഫാസ്റ്റായിട്ട് പോയാൽ ചിലപ്പോൾ പാളി ചെത്തിപ്പോവും. വളരെ സ്ലോയിൽ തന്നെ പോകണം. ബ്ലേഡാണ്, പുതിയ ബ്ലേഡാണ്, ഭയങ്കര ഷാർപ്പാണ്, പാളി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഇറക്കണം. 2 സൈഡ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് പതുക്കെ ഇറക്കി കൊണ്ടുവരണം. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞു. സ്പ്ലിറ്റിങ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള സിയോൺ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ മാവിൻ്റെ തൈയിൽ 4-5 ബ്രാഞ്ചസ് ഉണ്ടാകുക. അതിലിപ്പോൾ 2 എണ്ണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സക്സസ് ആയാൽ, ഏതെങ്കിലും 1-2 സക്സസ് ആയി കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം വളരാൻ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള 1-2 ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കളയണം, പ്രൂൺ ചെയ്ത് കളയണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടിങ് എഡ്ജിൽ, ആ ഫേസിൽ കുറച്ച് സാഫ് തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതെ ആ ബ്രാഞ്ച് അവിടെ ഇരുന്നോളും. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ബ്രാഞ്ചിന് കൂടുതൽ വെള്ളവും വളവും ലഭിക്കും. അപ്പോൾ അത് വേഗം വളരും. ആ മാതൃവൃക്ഷത്തിൻ്റെ മാതൃച്ചെടിയുടെ 1 കമ്പ് അല്ലെങ്കിൽ 2 കമ്പ് നമുക്ക് നിർത്താം. ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളയണം. അപ്പോഴേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് പ്രോപ്പർ ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പോൾ നാട വെച്ച് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാട ഞാൻ ചുറ്റുന്ന രീതി താഴെന്ന് മുകളിലേക്കും ഒരേ നാട കൊണ്ട് ആദ്യം മുകളിലേക്ക് ചുറ്റും, പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് ചുറ്റും, എന്നിട്ട് ഏറ്റവും അടിയിലാണ് കെട്ടിടുന്നത്. അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലരും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർ താഴ്ന്ന് മുകളിലേക്ക് ഒറ്റ ചുറ്റി മുകളിൽ കെട്ടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അത് ബഡ്ഡിങ്ങിലും കണ്ടിട്ടുണ്ട്, ഗ്രാഫ്റ്റിങ്ങിലും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇനി ഒരു എക്സ്ട്രാ കെട്ടുണ്ട്. ഒരു ചരട് വെച്ച് നാടയുടെ മുകളിൽ കൂടെ നല്ലപോലെ ടൈറ്റായിട്ട് ചുറ്റി കെട്ടുകയാണ്. നല്ല ബലമുള്ള ചരടാണ്. അപ്പം നമുക്ക് നല്ലപോലെ വലിച്ചു കെട്ടാം, പൊട്ടില്ല. അത് നമ്മുടെ 2 സിയോണിൻ്റെയും, അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെയും കാമ്പിയം ലെയേഴ്സ് തമ്മിൽ നല്ല കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ചരട് ഷോർട്ട് ടൈമാണ്, ലോങ് ടൈം അല്ല. ലോങ് ടൈം നിന്നാൽ ആ കൊമ്പൊടിഞ്ഞു പോകും. അതിന് വണ്ണം വയ്ക്കുമ്പോൾ വണ്ണം വരില്ല, അവിടെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതൊരു 2-3 പരമാവധി മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഴിച്ച് കളയാൻ തന്നെ വേണം, നിർബന്ധമായിട്ട് വയ്ക്കാൻ പാടില്ല. ബഡ്ഡിങ് ടൈപ്പ് നമ്മൾ ചുറ്റിയത് കളയണമെന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നശിച്ചു പോകുന്ന, സ്വയം നശിക്കുന്ന പ്ലാസ്റ്റിക്കാണ്. പൊടിഞ്ഞു പൊക്കോളും. 1 ഇയർ കഴിയുമ്പോഴേക്കും അത് പൊട്ടി പൊടിഞ്ഞു പൊക്കോളും. അതൊരു സംരക്ഷണ കവചമായിട്ട് അവിടെ ഇരുന്നോട്ടെ, അത് അഴിച്ച് കളയണ്ട. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് നമ്മൾ ഒരു അല്പം വെള്ളം ഒഴിച്ച് കുലുക്കി കളഞ്ഞ ഒരു ക്ലിയർ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് മൂടി കെട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഈർപ്പമുള്ള ഒരു സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, പെട്ടെന്ന് അതിന് വളർച്ച കിട്ടാൻ വേണ്ടി, പുതിയ മുകുളങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇപ്പം മഴക്കാലമാണ്. നല്ല കാര്യമായിട്ടുള്ള മഴയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ വളരെ അമിതമായിട്ടുള്ള ചൂടില്ല. അതുകൊണ്ട് പിടിച്ചു കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇത്രയും സമയം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.